പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നത് ഭീരുക്കളാണ്. എന്ത് കാര്യം വന്നാലും ധൈര്യത്തോടു കൂടി മുന്നേ നിന്ന് നമുക്ക് നേരിടാൻ പറ്റണം എന്ന് എപ്പോഴും എൻ്റെ അപ്പച്ചനും അമ്മച്ചും ജീവിച്ചിരുന്ന സമയത്ത് പറയായിരുന്നു കേട്ടോ. എന്ത് പ്രശ്നം വന്നാലും ആദ്യം ഞാനൊന്ന് തളർന്നു പോകുമെങ്കിലും പയ്യെ ഞാനങ്ങ് എഴുന്നേക്കും. അപ്പം അത് ഇതേപോലെ വലിയൊരു പ്രശ്നത്തിൽ വന്നു പെട്ടിട്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണ്. അപ്പോൾ അത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്താണെന്നുള്ളത് വേറൊരു വ്ളോഗിൽ പറയാം. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റായികയില്ലാഞ്ഞിട്ടല്ല, പറയാം, പക്ഷെ എന്നാലും ഇപ്പോൾ വേണ്ട. കാരണം അതിൽ നിന്ന് മറക്കാനായിട്ടാണ് ഞാനിപ്പോൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ ശേഷം മറ്റൊരു ബ്ലോഗിൽ പറയാം. അപ്പോൾ ഇതാ കണ്ണിലൊരു കുരു വന്നു, മരുന്നൊക്കെ ഇട്ടിരിക്കുകയാണ്, ഭയങ്കര വേദനയാണെന്നൊക്കെ ഞാൻ രാവിലത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഈ തോർത്ത് കൊടുത്ത് നിൽക്കുന്ന എന്താണെന്നോ, എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് കുറേ ജോലികൾ ഇങ്ങനെ പെൻഡിങ് നിൽക്കുകയാണ്. അലക്കുക, തുടക്കുക, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക, ബാത്റൂം ക്ലീൻ ചെയ്യുക. അപ്പോൾ അതെല്ലാം ഞാനങ്ങ് 2-3 ദിവസം കൊണ്ട് വേഗം ചെയ്യണം. അപ്പം ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നൈറ്റിയിലേക്ക് ഇങ്ങനെ ആകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അങ്ങനെ വെച്ചിട്ടാണ്, അങ്ങനെ ഒരു തോർത്ത് വെച്ച് കെട്ടിയിട്ടാണ് ചെയ്തത്. ഇതൊരു ഞായറാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, കാരണം റിലേറ്റീവ്സൊക്കെ നമ്മുടെ വീട്ടിലിങ്ങനെ വന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ജോലികളൊന്നും അങ്ങ് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയാണ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കിയത്. രാവിലത്തേത് ഞാൻ രാവിലെ തന്നെ വേഗം തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ സെറ്റാക്കി എടുത്തു കേട്ടോ. വലിയ ധൃതിയില്ല, പക്ഷെ എന്നാലും മക്കൾക്ക് അത് കഴിക്കാനുള്ളതൊക്കെ ഇതൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വീടൊന്ന് ക്ലീൻ ചെയ്തിടണമല്ലോ. ഇത്രയും ദിവസത്തെ കാര്യങ്ങളും തിരക്കുകളും കൊണ്ടിട്ട് എനിക്കങ്ങ് വീടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുമല്ല ഓണമൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും, അതിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പ്രശ്നങ്ങൾ അതിജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ വീടൊക്കെ ഞാൻ വേഗം ക്ലീൻ ചെയ്യാണ്. ഇറച്ചി വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 1 മണിയായിട്ടോ. ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. ഞാൻ പറഞ്ഞു റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അവർ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ, നിങ്ങൾ അവിടെ ഇരിക്കട്ടോ എന്ന്. അപ്പം ഞാൻ വേഗം അങ്ങോട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ അടുത്ത് പോയിരുന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പം അങ്ങനെ കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴൊക്കെ ശാന്തമായി വരുന്നു. അപ്പോൾ ബീഫ് ഞാൻ ഉപ്പും മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്കിന്ന് കറക്കി എടുക്കണ്ട, കുറച്ച് നമുക്ക് നാളത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ മാത്രം പാകത്തിന് കുറച്ച് മാറ്റി വയ്ക്കുക. കറി വയ്ക്കാനുള്ളത് ഞാൻ ഒരു ബേസിലേക്ക് തട്ടിയിടാണ്. കാരണം നമുക്ക് ഈ കുക്കറിൽ തന്നെ അങ്ങ് കറി വെച്ചെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഏകദേശം 1 മണി ആയിട്ടുണ്ട്. പണികൾ തീരാഞ്ഞിട്ടാണ്, അതാണ് സാഹചര്യം. അങ്ങനെ ഞാൻ അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഉള്ളിയും സവാളയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോപ്പർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അരിയുണ്ടല്ലോ, അതിൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ മോശമായിന്ന് കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. ഞാൻ വേറെ മേടിക്കാം കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലീനിങ് വ്ളോഗ് ഇട്ടപ്പോഴത്തേനും പറയുന്നുണ്ടായിരുന്നു, ആ ഗ്യാസ് സ്റ്റവിൻ്റെ വൃത്തി കണ്ടില്ലേ, ആ കരിക്കല തുണിയുടെ വൃത്തി കണ്ടില്ലേ. നമ്മൾ പുതിയ ഒരെണ്ണം മേടിച്ചിട്ട് വീഡിയോ ചെയ്യാൻ എനിക്കറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ഞാൻ എന്തിനാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കണം? ഞാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന അതേ തുണിയാണ് വൃത്തിയാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. അത് തന്നെയാണ് പിന്നെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ കിച്ചൺ ടവലൊക്കെ മേടിക്കുമ്പോൾ പലപ്പോഴും ഒരേ കളറിലുള്ള ഒരേ ടൈപ്പാണ് കിട്ടുന്നത്. അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റിയും തിരിച്ചും ഉപയോഗിക്കുന്നത്. പിന്നെ ചീത്തയായി കഴിയുമ്പോഴത്തേനും നമ്മളതങ്ങ് കളയും, നേരെ കത്തിച്ച് കളയും, അല്ലെങ്കിൽ അത് അലക്കി ഉണക്കിയിട്ട് നമ്മുടെ തുണി എടുക്കാൻ വരുന്ന ചേച്ചിമാർക്ക് കൊടുക്കും. ഒരിക്കലും ഞാൻ എൻ്റെ അടുക്കളയിൽ വൃത്തിയില്ലാതെ പാകം ചെയ്യുകയോ എൻ്റെ വീട് വൃത്തിയില്ലാതെ ഇടുകയോ ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഹെൽത്ത് വൈസ് ഇഷ്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ അങ്ങനെ കിടന്നിട്ടുണ്ട്. എന്നും കരുതി എപ്പോഴും നമ്മുടെ വീട് വൃത്തിയില്ലാണ്ടിരിക്കുന്നു എന്നല്ല, എപ്പോഴും വൃത്തിയാക്കി ഇടണമെന്ന് നിർബന്ധവുമില്ല. നമുക്കൊന്ന് വയ്യാണ്ടായ എന്ത് ചെയ്യും? നമുക്ക് ഒട്ടും തന്നെ അനങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഞാനിപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആരുണ്ട് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട്? ആരുമില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എടുക്കുന്ന പോലെ ജോലി ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നും നമുക്കൊന്നും അങ്ങനെ ചെയ്തിടാൻ പറ്റത്തില്ല. പക്ഷെ പറ്റുന്ന ദിവസങ്ങളിൽ മാക്സിമം നന്നായിട്ട് ചെയ്യാം. ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ നമ്മൾ ചെയ്യുന്ന ജോലിയോട്. ചിലപ്പോൾ വീട്ടിലെ ജോലി എന്നുള്ളത് ആർക്കും ഒരു വലിയ പേരെടുപ്പുള്ളൊരു ജോലി ആയിരിക്കില്ല, പക്ഷെ എനിക്കത് റെസ്പോൺസിബിളായിട്ടുള്ള ജോലിയാണ്. എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, എൻ്റെ ഏട്ടനെ വെച്ച് വിളമ്പുന്നത്, അതേപോലെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കി ചെയ്ത് കൊടുക്കുന്നതെല്ലാം എനിക്ക് ഭയങ്കര റെസ്പോൺസിബിളായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ
കൂടെ ഇതിനെല്ലാം അവരും സഹായിക്കാറുണ്ട്. പിന്നെ ഒരു പരിധിവരെ അവർക്ക് വീഡിയോയുടെ മുമ്പിൽ നിന്ന് കാണിക്കാനൊരു ചമ്മലുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ പിടിച്ചു വലിച്ചിടാത്തത്. അതിപ്പോൾ എൻ്റെ കുടുംബക്കാരെ ആണെങ്കിലും അയ്യോ വേണ്ട ജിപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ നിർബന്ധിക്കില്ല. എന്തിന് നമ്മൾ കൊണ്ടുപോകുന്നൊരു കാര്യം നമ്മളായിട്ട് കൊണ്ടുപോകുക, വലിച്ചൊരാളെ മുമ്പിലേക്ക് ഇടാൻ നിൽക്കരുത്. ഇഷ്ടമുണ്ടെങ്കിൽ വരട്ടെ, അല്ലേ? അത്രയേ ഉള്ളൂ. നമുക്ക് പറ്റുന്ന പോലെ നമ്മളുടെ മനസാക്ഷിയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റരുത്, നമ്മളെ തന്നെ തോൽപ്പിക്കാൻ പറ്റരുത്. ആ രീതിയിൽ മനസാക്ഷിയെ വഞ്ചിക്കാതെ മുന്നോട്ട് പോവുക. അപ്പം മനസ്സിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞപ്പോൾ ഒരാശ്വാസം, അല്ലേ? അപ്പം ഞാൻ വയലറ്റ് ക്യാബേജാണ് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്തിട്ട് ആദ്യം കഴുകിയിട്ടാണ് കട്ട് ചെയ്ത് ഞാൻ ചോപ്പറിലിട്ട് വലിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ള പച്ചമുളകും അതേപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെയാണ് ആദ്യം തന്നെ അവിടെ ചോപ്പറിൽ വലിച്ചത്. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി എല്ലാം ഞാൻ വലിക്കുക മീൻസ് ചോപ്പറിലിട്ട് വലിച്ചിട്ട് നമ്മളത് കുക്കറിൽ തന്നെ സൺഫ്ലവർ ഓയിലിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കഥ പറയുന്ന നേരത്ത് റെസിപ്പി പറയാൻ മറന്നുപോയില്ലേ. എന്നിട്ട് അതിലേക്ക് പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടി നമ്മൾ ആ ബീഫ് വെന്ത വെള്ളമില്ലേ അതിട്ട് കൊടുക്കുക. ബീഫ് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ. കുറച്ച് ദിവസം കൂടിയിട്ടൊക്കെ ഇപ്പോൾ ഇവിടെ ബീഫ് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ബീഫ് അവിടെ ഉടഞ്ഞ് വരട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ചോറ് വാർത്തിടാം. ചോറ് ഓൾറെഡി കുറച്ച് ഇരിക്കുന്നുണ്ട്. ഞാൻ രാവിലെ തന്നെ കുറച്ച് ചോറുണ്ടായിരുന്നത് തിളപ്പിച്ചടച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് തികയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ റിലേറ്റീവ്സ് ഇങ്ങനെ വരുന്നത്, ചിലപ്പോൾ ആരെങ്കിലും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാണ്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ ചോറ് കൊടുക്കണ്ടേ. അപ്പം ഞാൻ അങ്ങനെ ഇത് ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചോറ് വേഗം തിളപ്പിച്ചടച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പാത്രങ്ങൾ കഴുകി വെക്കും കേട്ടോ. അത് ചെയ്യാണ്ട് നിവൃത്തിയില്ല. കാരണം ഞാൻ നേരത്തെ ഇങ്ങനെ കുറച്ചും കൂടി ആവട്ടെ, ഒരു 10 ആവട്ടെ, അപ്പോൾ കഴുകാം. അല്ലെങ്കിൽ എൻ്റെ പണിയൊന്നും ഒതുങ്ങട്ടെ കഴുകാം. ഇത് അങ്ങനെയല്ല. ഇതിപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ചൂടാവുന്ന നേരം കൂടി ഞാൻ സിങ്കിൽ പാത്രങ്ങളുണ്ടെങ്കിൽ ഒരെണ്ണം വേഗം കഴുകി വയ്ക്കും. കാരണം ഇപ്പോൾ ക്ലാസ് ഇല്ലല്ലോ, അവധി ദിവസമല്ലേ. സ്കൂളുള്ള ദിവസമാണെങ്കിൽ പറ്റില്ല കേട്ടോ. 16 കയ്യും കൊണ്ട് ഇങ്ങനെ കിടന്ന് ഓടണം അടുക്കളയിൽ, നീരാളിനെ പോലെയാണ്. ഞാൻ മാത്രമല്ല, എല്ലാ വീട്ടമ്മമാരും. അപ്പം ഞാൻ ഇവിടെ ക്യാബേജ് ചീരച്ചട്ടിയിൽ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വേപ്പിലയും അതേപോലെ കുറച്ച് മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട്, അതിന് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. കാരണം എരിവ് കുറവായതുകൊണ്ട് ജോക്കുട്ട കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പച്ചമുളകിൻ്റെ ഒരു എരിവ്, നേരിയൊരു എരിവുണ്ടല്ലോ. അപ്പോൾ അതാവുമ്പോഴത്തേനും കളർ അങ്ങനെ ഇല്ല. ഇതിലിപ്പോൾ കളറായാലും അറിയത്തില്ല. ഇതിപ്പോൾ വയലറ്റ് ആയിരുന്നു, ചൂട് തട്ടിയപ്പോൾ വേറൊരു കളറായി. പിന്നെ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഇരിക്കുന്നതോറും കളർ മാറും. അതുകൊണ്ട് ഞാൻ വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടോ. അപ്പോഴേക്കും നമ്മൾ ക്യാബേജ് അവിടെ ആക്കി വന്നപ്പോഴത്തേനും ഇവിടെ തക്കാളി ഒന്ന് പയ്യേനെ ഒന്ന് അടുക്കി പിടിച്ചു. പക്ഷെ അത് ടേസ്റ്റായിരുന്നു കേട്ടോ. നന്നായിട്ട് ആ മസാലയൊക്കെ മുരിഞ്ഞപ്പോഴേ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കറി ഇച്ചിരി നീളത്തിലിരുന്നോട്ടെ എന്ന് കരുതി ഉരുളൻകിഴങ്ങ് അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് ആ മസാലയിൽ നന്നായിട്ട് പുരട്ടി വെച്ച ശേഷം നമ്മുടെ ബീഫ് വെന്ത വെള്ളം കുറച്ചുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ബീഫ് വെന്ത വെള്ളത്തിൽ തന്നെ ഇത് വേവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയാണ്. ഇപ്പോൾ ചിക്കനൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ചിക്കൻ്റെ കൂടെ ഡയറക്റ്റ് അങ്ങ് ഇട്ടാൽ മതി. പക്ഷേ ബീഫിനും ചിക്കനും 2 വേവാണല്ലോടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉരുളൻകിഴങ്ങ് അവിടെ ബീഫിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് മസാലയിൽ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഈ ബീഫ് വെന്തത് അങ്ങോട്ടേക്ക് കൊട്ടിയിട്ടാൽ മതി. ഞാൻ പറഞ്ഞില്ലേ വയലറ്റ് ക്യാബേജ് പയ്യെ കളറ് മാറുന്നുണ്ടെന്ന്. അപ്പോൾ ഉപ്പിൻ്റെ കുറവ് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മനസ്സ് വിഷമിക്കുന്നുണ്ട്. ആ വിഷമങ്ങളൊക്കെ ഒന്നും ഒതുങ്ങിയത് ഇപ്പോഴാണ്. പിന്നെ ഞാൻ സ്വയം കരുതും, ഞാൻ വിഷമിച്ച എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വിഷമിക്കും, ഞാൻ സങ്കടപ്പെട്ടിരുന്ന എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ സങ്കടപ്പെടും. അപ്പോൾ അതുകൊണ്ട് വേണ്ട, സങ്കടങ്ങൾ മാറ്റി വെച്ച് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെന്ത ബീഫ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി ചേർത്ത് അങ്ങനെ നമ്മുടെ നാടൻ ഉരുളക്കിഴങ്ങ് ബീഫ് മസാല കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ക നാടൻ റെസിപ്പിയാണ്. ഇതിൽ കൂടുതലായിട്ട് പുറത്തുനിന്നുള്ള ഒരു സാധനവും ഇല്ല, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ചില ആൾക്കാർ ഇങ്ങനെ അതിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തും. ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ പറയട്ടെ, എക്സാമ്പിളായിട്ട് ഈ പൊടികളൊക്കെ നമ്മൾ ഡയറക്റ്റ് ഇടുന്നതിന് പകരം വെള്ളത്തിൽ കുഴച്ചിട്ട്, അതായത് കുറച്ച് വെള്ളത്തിൽ കുഴച്ചിട്ടിടും. അപ്പോൾ ഈ കറിക്ക് വേറൊരു ടേസ്റ്റാണ്. അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഈ പൊടികളൊന്ന് മൂപ്പിച്ചിട്ട് അതിലേക്കിടും, അപ്പോൾ വേറൊരു സ്വാദാണ്. തേങ്ങയും കൂടി വറുത്തിടും, അപ്പോൾ അതിന് വേറൊരു രുചിയാണ്. പല കറികൾക്കും പല രുചിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇരുമ്പ് ചട്ടിയിൽ വെക്കുമ്പോഴത്തേനും കളറ് മാറുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ വേഗം അതൊരു ബൗളിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് ബാക്കി നമ്മളിപ്പോൾ എടുത്തിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതിയല്ലോ. പിന്നെ രാത്രി പിന്നെ ചോറ് കഴിക്കലൊക്കെ കണക്കായിരുന്നു. വൈകിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ പിന്നെ എല്ലാവരും പഴംപൊരി ആയിരുന്നു കഴിച്ചിട്ട്. ചോറ് ഇച്ചിരി കഴിച്ചുള്ളൂ. ഇതാണെങ്കിൽ ഒട്ടും എടുത്തുമില്ല. ബീഫ് കറി തന്നെയാണ് രാത്രി കുറച്ച് കഴിച്ചത്. കുറച്ച് കഴിച്ചോ എന്ന് പറയാൻ തന്നെ ഇല്ല, ഇച്ചിരി കോളേ കഴിച്ചുള്ളൂ. പിന്നെ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള മെയിൻ സാധനമാണല്ലോ മല്ലിയില, പുതിനയില. ബീഫ് കറിക്ക് മല്ലിയില ഇല്ലെങ്കിൽ കഞ്ഞിക്ക് ഉപ്പില്ലാത്ത പോലെയെന്ന് ഇവിടെ ഏട്ടൻ പറയാം.
ചേട്ടൻ്റെ പിന്നെ മല്ലിയില എന്ന് പറഞ്ഞാൽ പ്രാന്താ. ഞാൻ പറയില്ലേ മുട്ട വറുക്കും പറയും ഇച്ചിരി മല്ലിയില വേണം കിട്ടുമോ മോനെ എന്ന്. ഇവൻ എൻ്റെ പൊന്ന് ചേട്ടേ കോമഡി പറയല്ലേ എന്ന് പറയും. അങ്ങനെ ഞാൻ മല്ലിയിലേക്ക് ഇട്ട് ബീഫ് കറി അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം കുട്ടികളുടെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എടുത്തപ്പോഴത്തേനും അതിൽ നെല്ലിക്ക ചമ്മന്തി ചെയ്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെസിപ്പി ഇപ്പം ഞാൻ പറയാം കേട്ടോ. ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് 1-2 പേര്. അപ്പോൾ ഇതാ പിടിച്ചോ, തേങ്ങ പീര ആയിട്ട് ചിരണ്ടി എടുക്കുക. എനിക്ക് ചിരണ്ടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുത്തിയാണ് എടുത്തത്. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത ശേഷം ഒരു പച്ചമുളക്, ഒരു പകുതി സവാള അതിലേക്ക് അരിഞ്ഞിടുക. ഇവിടെ ഞാൻ ഉപ്പിലിട്ട നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നെല്ലിക്ക ചമ്മന്തി എന്ന് പറയുമ്പോഴത്തേനും പച്ച നെല്ലിക്ക ഇടാം, പക്ഷേ പച്ച നെല്ലിക്ക അരയ്ക്കുമ്പോൾ പെട്ടെന്ന് കളർ മാറും. അതിൽ നല്ലത് ഉപ്പിലിട്ട നെല്ലിക്ക ഒരു 2-3 എണ്ണം എടുക്കുന്നതാണ്. ഇതിപ്പോൾ നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തോളൂ കേട്ടോ. നന്നായിട്ട് ഉടഞ്ഞിരിക്കുന്ന നെല്ലിക്കയാണെങ്കിൽ അടിപൊളിയാണ്. ഇതിപ്പോൾ നമ്മുടെ 2ാമത്തെ സെറ്റാണ്. ആദ്യത്തെ സെറ്റ് പിള്ളേർ കാലിയാക്കി വന്നും പോയും സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴും ഒക്കെ തിന്ന് അത് തീർത്തു. അങ്ങനെ പിന്നെ ഞാനും കഴിക്കും കേട്ടോ. ഈ വായിലൊക്കെ ഇങ്ങനെ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പുവെള്ളം അങ്ങനെ അറിയുമ്പോഴത്തേനും ഒരു ആ വൊമിറ്റിംഗ് ടെൻഡൻസി മാറാൻ വേണ്ടി ഇത് ഉപ്പിലിട്ട നെല്ലിക്ക എന്തെങ്കിലുമൊക്കെ കടിക്കുമ്പോൾ കൊള്ളാം. പിന്നെ പേരയ്ക്ക അടിപൊളിയാണ് എനിക്ക്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കൂടി ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട ശേഷം നന്നായിട്ടൊന്ന് അങ്ങ് അരച്ചെടുക്കുക. കാരണം എൻ്റെ തേങ്ങ കൊത്തായതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് അരയ്ക്കാൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ നിങ്ങൾ അരയ്ക്കുമ്പോൾ തേങ്ങ പീര ആയിരിക്കുമല്ലോ, നന്നായിട്ടൊന്നൊന്ന് അരയ്ക്കേണ്ട, ഒന്ന് കിർ എടുത്താൽ മതി, അപ്പോഴേക്ക് ശരിയായിക്കോളും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ തളിക്കുക, അത്ര ഉള്ളൂ, ഒഴിക്കണ്ട കേട്ടോ, കാശ് കൂടുതലാണ്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഉപ്പ് നോക്കുക കേട്ടോ. പുളി പോരാന്നാണെങ്കിൽ വേണമെങ്കിൽ ഒരു കഷ്ണം നമ്മുടെ വാളംപുളി തിരുമ്മിയിടാം, പക്ഷെ ഞാൻ ഇട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. അപ്പം ഞാൻ അങ്ങനെ അപ്പോഴേക്കും ഏട്ടൻ വന്നു കേട്ടോ. അപ്പോഴേക്കും 2:30 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർ രാവിലത്തെ അതും ഇതൊക്കെ തിന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞു മക്കളെ ഇപ്പം തരാട്ടോ എന്ന് പറഞ്ഞു. അവർ ഒരു വിശപ്പില്ല അമ്മന്ന്. അവർക്ക് പിന്നെ തീറ്റ വേണ്ട, ഈ ബിസ്ക്കറ്റും അതും ഇതൊക്കെയാണ് തിന്നിങ്ങനെ നടക്കുന്നത്. അപ്പം ഞാൻ ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും. ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും കഴിക്കാൻ വിളിക്കുമ്പോൾ നമ്മൾ അയ്യോ അവരുടെ വയറ് കത്തണേയിരിക്കുമല്ലോ എന്നോർത്ത് മക്കളെ പകരം അമ്മ എന്തിനാമ്മ എപ്പോൾ എടുത്തത്, പിന്നെ എടുത്തപ്പോൾ ഒരു ഇത് കഴിയട്ടമ്മ, ടി വിയിൽ പരിപാടി കഴിയട്ടെ. ഞങ്ങൾക്ക് അങ്ങോട്ട് കലി കയറും. നമ്മളീ കാലേലും മുള്ളുകുത്തിയ പോലെ ഇതൊന്ന് ഓടിപ്പിടിച്ചത് ഉണ്ടാക്കുമ്പോഴത്തേനേ. അങ്ങനെ ഞാൻ ആദ്യം ഞാൻ പഴയ ചോറുണ്ടായിരുന്നത് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വേറെ 2 പാത്രത്തിൽ പുതിയ ചോറ് എടുത്തത്. അപ്പം ഞാൻ അന്നമ്മളെ അങ്ങ് കൊണ്ടുവച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ വേഗം തുറന്ന് അവിടെ വെച്ചിട്ടുണ്ട്. കിറ്റിലാക്കി വെച്ച് അങ്ങനെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് അങ്ങ് പഴുക്കും. ഇത് പുറത്ത് വയ്ക്കുമ്പോഴത്തേനും കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പോൾ ഞാനാണെങ്കിലും പിള്ളേരാണെങ്കിലും എടുത്തത് മുറിച്ച് കഴിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ കഴിക്കാമെന്ന് നന്നായും തോന്നി. ഏട്ടൻ പാവം ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. രാവിലെ മുതൽ ഒരു ചായപ്പുറത്തായിട്ട് നിൽക്കുമായിരുന്നു പാവം, പള്ളിയിൽ നിന്ന് മേടയിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്ര നേരം വൈകിപ്പിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി. ഞാൻ പിന്നെ പള്ളിയിൽ പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകാമെന്ന് ഓർത്തപ്പോൾ ജോക്കുട്ടൻ പറഞ്ഞു ഞാനും മന്നുണ്ട്. അപ്പോൾ നീ ഉറങ്ങൂടാ മോനെ. ഞാൻ ഉറങ്ങൂല്ല, ഞാനും മന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ അവനെ റെഡിയാക്കി ഞാനും അവനും കൂടി പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. സത്യം പറയട്ടെ ഇവൻ ഉറങ്ങിയില്ല കേട്ടോ. ഞാൻ പേടിച്ചിരിക്കായിരുന്നു ഇവൻ ഉറങ്ങുമോ, ദൈവം ഞാൻ എടുത്തുകൊണ്ട് നിൽക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷെ ഇവൻ ഉറങ്ങിയില്ല. അപ്പം ഞാൻ നേർച്ച പൈസയൊക്കെ എടുത്തു. ഏട്ടൻ എന്നെ കൊണ്ടാക്കി തന്നു. പള്ളിയിൽ കഴിയുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടോപ്പിൻ്റെ പാൻറ്റിൽ പോക്കറ്റുണ്ട്. അപ്പോൾ ഫോൺ ഞാൻ പോക്കറ്റിലിട്ട് അങ്ങനെ പോക്കറ്റിൽ അവിടെ ചെന്നിട്ട് പോക്കറ്റിലിട്ട കൈ പിടിച്ചുകൊണ്ട് പോയി. പിന്നെ നേർച്ചിടാനുള്ള പൈസയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, അതിൽ ഓളൊന്ന് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നോട്ടിഫിക്കേഷൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്